നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഉണ്ടാക്കിയാലോ. 2 കിലോ മീനാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത് കേട്ടോ. ആ മീനിലേക്ക് നമുക്ക് അരപ്പ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും തിരുമ്മി വെച്ചതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ തിരുമ്മി വെച്ചു. പിന്നീട് ഞാൻ 150 ഗ്രാം വെളുത്തുള്ളി 150 ഗ്രാം ഇഞ്ചിയും എടുത്ത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ എടുത്ത് എണ്ണ ചൂടായതിനു ശേഷം മീൻ വറുക്കാൻ വെക്കുക. മീൻ വറുത്ത് വെക്കുന്ന സമയത്തിന് 2 ടേബിൾ സ്പൂൺ ഉലുവായും 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് ഒന്ന് ചൂടായി പൊടിച്ച് മാറ്റി വെക്കണം. പിന്നീട് നമുക്കൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് വെക്കുക. ഒരു 1/4 കപ്പോളം വിനീഗർ നന്നായിട്ട് തിളച്ചത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം കൂടി ഈ അരപ്പിലിട്ട് തിരുമ്മി വെക്കുക കേട്ടോ. പിന്നീട് നമ്മൾ മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം സെപ്പറേറ്റ് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുള്ള. പിന്നീട് നമുക്കിതിനെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വേണം. ഈ ക്രഷ് ചെയ്യുന്നത് കൊഴുപ്പ് നമുക്ക് ചാറിന് നല്ല തിക്നെസ് കിട്ടാനായിട്ടാണ്. പിന്നീട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഉലുവായും കടുകും ഇട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നീട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ഇട്ടൊന്ന് ചൂടായതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് ചൂടാക്കി മീനും കൂടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യമുള്ള വിനീഗർ ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്